ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് പാലക്കാടിൻ്റെ പല്ലം ചാത്തന്നൂർ കൊട്ടാരത്തിൻ്റെ ചരിത്ര വ്ലോഗുമായിട്ടാണ്. കൊച്ചി രാജ്യത്തിലെ പ്രധാനപ്പെട്ട നാട്ടുരാജ്യങ്ങളിൽ ഒന്നായിരുന്നു പല്ലം ചാത്തന്നൂർ. പല സ്വരൂപങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്ന കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട സ്വരൂപമായിരുന്നു പെരുമ്പടപ്പ് സ്വരൂപം. പിന്നീട് കൊച്ചി രാജവംശമായി മാറുകയായിരുന്നു. ഗംഗാധര കോവിൽ അധികാരികൾ എന്നായിരുന്നു അവർ അറിയപ്പെട്ടത്. ഇവർ ക്ഷേത്രത്തിൻ്റെ അധികാരികൾ ആയിരുന്നു. ഇവർക്ക് നിരവധി ക്ഷേത്രങ്ങളിൽ അധികാരമുണ്ടായിരുന്നു. പല്ലം ചാത്തന്നൂർ വടക്കുന്നാർ ക്ഷേത്രം, പല്ലം ചാത്തന്നൂർ മന്നത്ത് ഭഗവതി ക്ഷേത്രം എന്നിവ ഉദാഹരണങ്ങളാണ്. ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം കൃഷിഭൂമികൾ ഉണ്ടായിരുന്നു. കൃഷി ചെയ്ത് ലഭിക്കുന്ന നെല്ല്, നാളികേരം എന്നിവ സൂക്ഷിച്ചു വയ്ക്കുന്നത് കൊട്ടാരത്തിലായിരുന്നു. രാജവംശം ഈ കൃഷിഭൂമികൾ ഇവിടെയുള്ള ജനങ്ങൾക്ക് പാട്ടത്തിന് നൽകുകയായിരുന്നു. ഇതിൻ്റെ പാട്ടം കൃത്യമായി കാര്യസ്ഥൻ രാജാവിനെ ഏൽപ്പിക്കണമായിരുന്നു. രാജവംശത്തെ കുറച്ച് പ്രദേശങ്ങളായി തിരിച്ച് കാര്യസ്ഥനെ ഏൽപ്പിച്ചിരുന്നു. അവർ ഈ പ്രദേശത്തിൽ നിന്നു കിട്ടുന്ന സാധനങ്ങളും വിളവുകളും സൂക്ഷിച്ചിരുന്നത് വടക്കുന്നാഥൻ കൊട്ടാരത്തിലായിരുന്നു. വടക്കുന്നാഥൻ കൊട്ടാരത്തിന് 2 നിലകൾ ഉണ്ടായിരുന്നു. മേൽനില മച്ച് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവിടെയാണ് നെല്ല്, പാട്ടവക സാധനങ്ങൾ എന്നിവ സൂക്ഷിച്ചിരുന്നത്. താഴത്തെ നിലയിൽ രാജാക്കന്മാർക്ക് താമസിക്കുന്ന മുറികൾ, പിന്നെ അമ്പലത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനുള്ള അറകൾ എന്നിവ ഉണ്ടായിരുന്നു. കൊട്ടാരത്തിൻ്റെ സംരക്ഷണ ചുമതല ഭടന്മാർക്കായിരുന്നു. ഭടന്മാർ ഇവിടെ മുഴുവൻ സമയവും നിൽക്കുമായിരുന്നു. കൊട്ടാരത്തിൻ്റെ പൂർണ്ണ അധികാരം ഇവർക്കായിരുന്നു. ഇതോടുകൂടി തന്നെ എൻ്റെ വ്ലോഗ് അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് മുന്നിലുള്ളതും നിങ്ങൾ അറിയാത്തതുമായിട്ടുള്ള ചരിത്ര വസ്തുക്കളുമായി വീണ്ടും ഞാൻ എത്തും. Until then, goodbye.